നമസ്കാരം, ഇത് IBN മലയാളം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? തന്നെ വേട്ടയാടിയവരോട് പോലും പ്രതികാരം ചെയ്യാതെ ശാന്തമായി ചിരിക്കുന്ന മുഖത്തോടു കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി ജീവിച്ചത്. അദ്ദേഹം ജനങ്ങളെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ ഓരോ സ്ഥലത്തും കാത്തുനിന്ന ജനക്കൂട്ടം. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുപാട് കാര്യങ്ങളിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കേണ്ടതുണ്ട്. പ്രഗത്ഭനായ ഒരു ഭരണാധികാരി ആയിരുന്നില്ല അദ്ദേഹം. ഒരു രാഷ്ട്രതന്ത്രജ്ഞനോ വലിയ പ്രാസംഗികനോ ഒന്നും ആയിരുന്നില്ല. പിന്നെ എന്തിനാണ് കേരളം മുഴുവൻ അദ്ദേഹത്തെ അവസാനമായി കാണാൻ തടിച്ചുകൂടിയത്? എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു മനുഷ്യനും ലഭിക്കാത്ത ഒരു യാത്രയപ്പ് അദ്ദേഹത്തിന് ലഭിച്ചത്? അദ്ദേഹത്തിന്റെ മരണസമയത്ത് അന്തിമോപചാരം അർപ്പിക്കാൻ വന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ ആരും ഭീഷണിപ്പെടുത്തിയോ നിർബന്ധിച്ചോ കൊണ്ടു നിർത്തിയതുമല്ല. പിന്നെ എന്താണ് അദ്ദേഹം ചെയ്തത്? കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ആദ്യ പരിഗണന അവരവരുടെ കുടുംബവും പാർട്ടിയുമാണ്. പിന്നീടാണ് ജനങ്ങൾ വരുന്നത്. ഇവിടെയാണ് ഉമ്മൻചാണ്ടി വ്യത്യസ്തനാകുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ പരിഗണന സാധാരണ ജനങ്ങൾക്കാണ്, പിന്നെ പാർട്ടി, അതിനുശേഷമാണ് കുടുംബം. ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നത് ശരിക്കും അത്ഭുതമാണ്. എത്രയൊക്കെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും കുടുംബത്തെ പോലും ഹീനമായി വേട്ടയാടിയിട്ടും ആരോടും പരിഭവമില്ലാത്ത വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പകരം ചോദിക്കാൻ നിൽക്കാത്ത, എല്ലാം സഹിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് അവസാനം വരെ ജനങ്ങൾക്കിടയിൽ ജീവിച്ചു. ദൈവഹിതമായിരിക്കാം മരിച്ച ദിവസം തന്നെ വേട്ടയാടിയവർ തന്നെ അത് ഏറ്റുപറയുന്നത് കേരളം കണ്ടത്. അദ്ദേഹത്തെ ജനഹൃദയങ്ങൾ ഇത്രയും പ്രിയങ്കരനാക്കിയത് അദ്ദേഹം എല്ലാവർക്കും അപ്രോച്ചബിൾ ആയിരുന്നു എന്നതാണ്. ചിരിച്ച മുഖത്തോടെ അല്ലാതെ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ കാണാനോ സംസാരിക്കാനോ ആരുടെയും ശുപാർശയൊന്നും വേണ്ടായിരുന്നു. ലോക്കൽ രാഷ്ട്രീയ നേതാക്കളെ കാണാൻ പോലും അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട കാലമാണ് ഇതെന്ന് ഓർക്കണം. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉമ്മൻചാണ്ടിയുടെ വിയോഗം വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടതില്ലല്ലോ. കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും ഇപ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ വിലയറിയുന്നത്. കുടുംബങ്ങളിൽ കണ്ണുനീർ വീഴ്ത്തിയല്ല, മറിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കണ്ണുനീർ ഒപ്പിയാണ് അദ്ദേഹം കടന്നുപോയത്. ഏകദേശം 53 വർഷം വിശ്രമമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്ത ഈ മനുഷ്യനെ യാത്രയാക്കാൻ കേരളം മുഴുവൻ ഒഴുകിയെത്തിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇതാണ് പിണറായി കണ്ടുപിടിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.